അല്ല ഡോക്ടറെ, ഇന്നത്തെ ഒപ്പിയൊക്കെ കഴിഞ്ഞില്ലേ? ബുക്കിംഗ് കഴിഞ്ഞില്ലേ? ഞാൻ നീങ്ങിയാലോ? അല്ല ഡോക്ടറെ, പേഷ്യൻസ് ഉണ്ട്. ബുക്കിംഗ് ഉണ്ട്, ഓൾറെഡി ബുക്കിംഗ് ഉണ്ട്. അന്ന് രാവിലെ തുടങ്ങിയതല്ലേ, ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല, ആകെ ടയർഡായി. അല്ല, ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നതല്ല, അതും കൂടി കഴിഞ്ഞിട്ട് പോവാണ് ഡോക്ടറെ. ഒന്ന് എത്തിയോ നോക്കുന്നാല്. എന്താണ് നിങ്ങളൊരു വണ്ടിയില് കേറിയിട്ട് രാവിലെ തൊട്ട് നല്ല മനുഷ്യനെ അടക്കളക്ക തലങ്ങൾ എത്ര ചുറ്റിങ്ങൾ അവിടെ എത്താൻ ഈ കോട്ട ഉണ്ട്, അതാണ് 300 റുപ്യ കൊടുക്കണോ പാവങ്ങളാണ്. പോയിക്കോട്ടെ. എന്താ പറ്റിയമ്മേ? ഊരവേനയാ മോളെ. ഇത്രയായി തുടങ്ങിയിട്ട്? കൊറേ ആയോ? എന്തേ വീഴ മറ്റോ ചെയ്തോ? വീണിട്ടൊക്കെ ഉണ്ട്. അതെയാ? നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, മുമ്പോട്ട് നിവരാനും ഒന്നിനും വയ്യ. ഒന്നിനും പറ്റണില്ല. ഇപ്പൊ എത്രയെന്നാ പറഞ്ഞേ? 5-6 കൊല്ലായിരിക്കുന്നു. അതെയോ? ഇത്രയായിട്ട് ഒന്നും കാണിക്കൊന്നും ചെയ്തില്ല, ഏതുകൊണ്ട് നടക്കണോ? അല്ല, കൊറേ കാണിച്ചിരിക്കുന്നു. എന്നിട്ട് കൊറേ ഇംഗ്ലീഷൊക്കെ കാണിച്ചു, ഒരു ഭേദവും ആയിട്ടില്ല. നടക്കാൻ തീരെ പറ്റണില്ല. എന്തെങ്കിലും റിപ്പോർട്ട് ഇതൊക്കെ ചെയ്തിരുന്നോ? സ്കാനൊക്കെ ചെയ്തിരുന്നോ അവര്? പെട്ടിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ കേട്ടിട്ട് കൊറേ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതൊന്നും ആയിട്ടൊന്നും ഒരു കാര്യമില്ല. അതെയോ? അപ്പൊ കഴിക്കുമ്പോ മാത്രമേ ആശ്വാസം ഉണ്ടാവൂ അല്ലേ? ഓക്കെ. ആ റിപ്പോർട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യം അമ്മേ? ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. 5.5 കൊല്ലം ഞങ്ങൾ വെറും പല്ലും എല്ലും പുല്ലും മാത്രമല്ല പഠിച്ചിട്ടുള്ളത്. അമ്മ അനാറ്റമി ഫിസിയോളജി ഒക്കെ കേട്ടിട്ടുണ്ടോ? ശരീരഘടന, ശരീരശാസ്ത്രമൊക്കെ ഇതെല്ലാം മാറി മാറി പഠിച്ചതാണ് ഞങ്ങള്. അതുമാത്രമല്ല, ഈ ആയുർവേദ ശാസ്ത്രം എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ അറിയോ ആചാര്യന്മാര്? സംസ്കൃത ശ്ലോകങ്ങളായിട്ട്. ഇതൊക്കെ രാവും പകലും ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ച ആൾക്കാരാണ് ഞങ്ങള്. ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ MRI ഒക്കെ നോക്കാന്നുള്ളത് ഒരു നിസ്സാര കാര്യം മാത്രമാണ്. സിനിമയിലൊക്കെ പറയണ പോലെ ഒരു പൂ കുറയ്ക്കുന്ന ലാഘവത്തോടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞത് ഒറ്റ മോശമായി പോയിട്ടോ അമ്മേ. സാരല്ലേ അമ്മ, അറിയാതെ പറഞ്ഞു പോയതല്ലേ. എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് വരും. തൽക്കാലം ഞാൻ മരുന്ന് തരാം. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും വീണതിന്റെ പേരിലുള്ള നീർക്കെട്ടായിരിക്കാം. അതെല്ലാം മെഡിസിൻസ് കഴിച്ചിട്ട് അമ്മ വരും കേട്ടാ. ഡോക്ടറെ അതൊന്ന് എഴുതി കൊടുത്തു. ആ റിപ്പോർട്ട്സ് ബ്ലഡ് റിപ്പോർട്ടിനുള്ളതും കൂടി ഒന്ന് ചോദിക്കൂട്ടാ. അമ്മ അത് കഴിച്ചിട്ട് വരൂ കേട്ടാ. അല്ല മോളെ, ഒരു കാര്യം കൂടി ചോദിക്കാം. എന്റെ പേരക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞ് കിടക്കാനേ, അപ്പൊ അതിനുള്ള മരുന്ന് വല്ല ഇംഗ്ലീഷ് ഡോക്ടർമാരൊന്നും അത് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു എന്തെങ്കിലും കഷായം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. അതെ, ഇപ്പത്തെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. യൂട്യൂബിൽ പറയണതൊക്കെ കേട്ടിട്ട് വേണ്ടതൊന്നും ചെയ്യൂല, വേണ്ടാത്തൊക്കെ ചെയ്യും. എന്നിട്ട് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തം ആയുർവേദത്തിന്റെ തലയിലും ആവും. ഇതാണ് അമ്മ ഇപ്പം നടക്കുന്നത്. പക്ഷെ ആ പ്രസവരക്ഷ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ശിക്ഷയാവില്ല. മോളോട് എന്തായാലും ഒന്ന് നേരിട്ട് വരാൻ പറയും. അവൻ്റെ കൂടെ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ആക്കി ഞാൻ മരുന്ന് തരാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. എന്താ വല്ലാത്തൊരു കാര്യമല്ലേ ഇങ്ങനെ ഈ സമൂഹം ഇങ്ങനെ വിചാരിച്ചാൽ നമ്മളിപ്പോ എങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ നടത്തുക? ഒരു യുവതി മരിച്ച കേസല്ലേ, അതിപ്പോ എന്തായി? 5 കുട്ടിയൊക്കെ അമ്മ ഇല്ലാതായി. അതാണ് ഇപ്പൊ എന്തായി? ഈ ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ഈ വിവരക്കേടിന് മാത്രം ഒരു കുറവും ഇല്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ. 35 അലോപ്പതി മെഡിസിൻസ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഇത് കേട്ടു. അതിനുശേഷം കബീഷ് ഫിലിപ്പ് ഉണ്ടല്ലോ, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, അതിനെ മറക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ഒന്ന് കണ്ടാലോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ കബീഷ് ഫിലിപ്പ്. എന്താണ് ഫാറ്റി ലിവർ? നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും ഞാൻ ചിരിപ്പിക്കാറില്ല. എന്താണ് ഈ ഫാറ്റി ലിവർ? എന്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാവരും ഞാൻ ചിരിപ്പിക്കാറില്ല, തിരിപ്പിക്കാറുണ്ട്. കാരണം ഫാറ്റി ലിവർ എങ്ങനെ ഉണ്ടാക്കുന്നു? ഫാറ്റായ ഒരു പോത്തിന്റെ ലിവർ മൊത്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാകും. ഓക്കെ, ഗ്രേഡ് 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ കുറെ ഗ്രേഡുകളുണ്ട്. ഓക്കെ, പക്ഷെ 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചിട്ടുള്ളതല്ല. 1 മുതൽ 4 വരെ മാത്രമേ നമുക്ക് ഈ പരിപാടിയിൽ അറിയുള്ളൂ. വ്യക്തമായ തെളിവുകൾ എന്തെങ്കിലും സുഹൃത്തുക്കളെ കാണാതെ തെളിവ് ഇതല്ല, ഇതാണ് ആ തെളിവ്. ആമ ഉറുമ്പിനോട് ചോദിക്കുകയാണ്, നിനക്ക് ലിവർ ഉണ്ടോന്ന്. അത് ചോദിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഇതെല്ലാം വ്യക്തമായ തെളിവുകളല്ലേ. പിന്നെ കുറെ മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത്രയും ജോലിയുണ്ടോ?
നിങ്ങൾക്ക് ഞാനിങ്ങനെ മരുന്ന് പറഞ്ഞു തരും. അപ്പൊ സുഹൃത്തുക്കൾ, നിങ്ങൾ ഒരു കാരണവശാലും ആയുർവേദ മരുന്ന് കഴിക്കരുത്. ആയുർവേദത്തിൽ 3/4 കോടി മരുന്നുകളുണ്ട് അത്ര. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആവശ്യം തന്നെയോ? ഓക്കെ, പായസത്തിന് വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പറ്റുമോ? നല്ല ഭക്ഷണം നിങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാരി വലിച്ച് കഴിക്കുക. ഞങ്ങളെ ലിവറിൽ നിന്ന് വീർത്ത് 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 വരും. അപ്പോ എനിക്കും എന്റെ അച്ഛനും ജോലിയുണ്ട്. പക്ഷെ അത് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. അവർ കുറെ മരുന്നുകൾ ഉണ്ടാക്കുന്നു, കുറെ ചെടികൾ വളർത്തുന്നു, കുറെ വയറിളക്കുന്നു. ഇതൊക്കെയാണ് ഒരു ശാസ്ത്രം. ഇതൊന്നുമല്ല. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിക്കാം. വേറൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ സർജറി ചെയ്ത് കളയാം. വീണ്ടും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഗുളിക കഴിക്കാം. ഇങ്ങനെ വേണം, സിമ്പിൾ ആയിട്ട് വേണം ജീവിതം പോവാൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത മണ്ടത്തരത്തിലുള്ള അടുത്ത മൺഡേ കാണാം. നമസ്കാരം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നല്ല വീഡിയോ എന്തായാലും. ഇത് തന്നെയാണ്, ഇങ്ങനെ ഓരോ പ്രചരണങ്ങളായിട്ട് വന്നാലേ എങ്ങനെയാ. പിന്നെന്തായി ഡോക്ടറെ OP? ഒരാളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടറെ, ഹലോ. ഡോക്ടറെ പറയൂ. പറയൂ. ഡോക്ടറാണ് പൊന്നാനിയില്. നല്ല പേര് പറയാനാ വിളിച്ചേ? ഡോക്ടറെ ഞാൻ വിളിച്ചറിയോ? ഞാൻ 2 ദിവസമായിട്ട് വിളിച്ചു. ഡോക്ടർ ഭയങ്കര തിരക്കിലല്ലേ? OP കുറച്ച് ഉണ്ടേ, തീരെ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഹലോ, ഒരു കോള് കയറിയതാണേ. മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യല്ലേ? നമുക്ക് ചെയ്യാലോ. പിന്നെ ഡോക്ടറെ ഞാൻ ഗൂഗിൾ പേയില് സ്കാനർ വാങ്ങി നമ്പർ അയക്കാം. ഡോക്ടർ തിരക്കില്ലെങ്കിൽ സ്കാൻ ചെയ്താൽ മതി. ഞാൻ വൈകിട്ട് ചെയ്താൽ മതിയോ? ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ. ആശ്വസിക്കാലോ. അത് നമുക്ക് നോക്കാം. എന്തായാലും കരുതി വെക്കാലോ. ആയിക്കോട്ടെ. ശരി, ഓക്കെ, താങ്ക് യു. ഡോക്ടർ മെമ്പർഷിപ്പ് പുതുക്കിയായിരുന്നോ? ഇല്ല ഡോക്ടറെ, എന്തിനാ ഇപ്പൊ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട്? അങ്ങനെ പറഞ്ഞ നമ്മൾ ഈ മെമ്പേഴ്സ് അല്ലേ ഈ അസോസിയേഷന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? പുതിയ ഡോക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് AMI എന്താ ചെയ്യുന്നത്? AMI ഇപ്പൊ CMIകളൊക്കെ നടത്തുന്നില്ലേ? നമ്മളെ നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് എടുത്തോളൂ. ഈ പേഷ്യന്റ് ലേറ്റ് ആവും തോന്നുന്നല്ലേ? ഒന്ന് പോയാലോ? ഡോക്ടർ വരുമായിരിക്കും. കൊല്ലത്തു നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് അല്ലേ, വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഹലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, പറയൂ. ഞാൻ വിളിക്കുന്നത് സജീവാണ്. മനസ്സിലായല്ലോ ഡോക്ടറെ. എന്റെ ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ഒക്കെ അയച്ചിട്ടായിരുന്നു. മറ്റേ ബാങ്ക് എന്നല്ലേ? ബാങ്ക് അല്ല ഡോക്ടർ, നമ്മള് ഫിനാൻസ് ആണ്. ഓക്കെ ഡോക്ടറെ നല്ലൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. പ്ലാനൊക്കെ ഉണ്ട്, എനിക്കറിയാം. നല്ല വരുമാനം ഉണ്ടല്ലോ. വരുമാനൊക്കെ ഉണ്ട്. തിരക്കല്ലേ, ഫുള്ള് തിരക്ക്. കഴിഞ്ഞ ദിവസം കാറിന്റെ ഷോറൂമിൽ നിന്നൊക്കെ ഇറങ്ങണ കണ്ടിട്ടോ. കാറൊക്കെ വാങ്ങണ്ട പിന്നെ. ഡോക്ടറെ റിവ്യൂ ചെയ്യണം നമ്മളെ പ്ലാന്. ആയിക്കോട്ടെ, ഞാനൊന്ന് ആലോചിക്കാം. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയില്ലേ? നമ്മളൊരു കഞ്ഞി കുടിക്കട്ടെ ഡോക്ടറെ. നോക്കാം, നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. സമ്പത്ത് കാലത്ത് ഇൻവെസ്റ്റ് ചെയ്താല് ആളില്ലാത്തപ്പോഴല്ല, പേഷ്യൻസ് കുറയുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാലോ. അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് പേഷ്യൻസ് ഒന്നും കുറയില്ല. ഞങ്ങൾ ആയുർവേദത്തിന്റെ ശക്തി എന്താണെന്ന് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, അറിയോ? ഡോക്ടർ അപ്പൊ ശരി, ഞാൻ ഒന്ന് കാണിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണം കേട്ടോ എന്തായാലും. ഓക്കെ, ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ. ഞാനിന്നാലും ഇറങ്ങാൻ തോന്നുന്നു എനിക്ക്. ഹലോ. കുറച്ച് ബിസി ആയി പോയി. എന്താ ചെയ്യാ, കുറച്ച് OP ഉണ്ടായിരുന്നേ. OP ഉണ്ടായിരുന്നേ, ആളുണ്ടായിരുന്നു. അങ്ങനെ പറയല്ലേ ഞങ്ങൾക്ക്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ്. ഞാനിത് കഴിഞ്ഞ ഒരു 10 മിനിറ്റ്. ഒന്ന് വന്ന് അഡ്ജസ്റ്റ്.
മെയിലായിട്ടോ ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ പറയല്ലേ, ഞാൻ ഇവിടെ പേഷ്യൻസ് ഇരിക്കുമ്പോ പിന്നെ ഈ എങ്ങനെ കണ്ടിട്ട് കുറച്ച് ഇറങ്ങിയിട്ട് പോട്ടോ. അങ്ങനെ പോലെ പിള്ളേരിട്ട് പോലെട്ടാ. അതെ പണിക്കും കറക്കണ്ടായി നിർത്തതൊക്കെ കൂടി. എന്തെങ്കിലും ഒന്ന് ചെയ്യും പ്ലീസ്. ആ ശരി എന്നാ വാങ്ങി 10 രൂപ ഞാൻ വില കൊണ്ട് തീക്കൊടുത്ത് ഞാൻ ക്ലിനിക്ക് കേട്ടോ. ശരി എത്തിക്കോളാം. ഇനി നിക്കാൻ പറ്റില്ല ഡോക്ടറെ, ഇനി അവിടെ പിള്ളേരെ ഇട്ടിട്ട് അങ്ങ് പോകും. ഓക്കെ ഡോക്ടറെ, എന്താ നമുക്ക് നാളെ കാണാം. നമുക്ക് നാളെ എന്തായാലും 2 ദിവസത്തിന് ഡോക്ടറെ ലീവ് ഒന്നും എടുക്കരുത്, നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, വീട്ടിലെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണ്ടേ, നമുക്കത് മാത്രം പോലും എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല ഡോക്ടറെ, ഓൾറെഡി ബുക്കിംഗ് കൊടുത്തതല്ലേ. മച്ചാൻ ഒന്ന് സോപ്പിട്ട് നോക്കട്ടെ, 2 ദിവസം കൂടി ലീവിനെ. ഓക്കെ എന്നാ ഇറങ്ങട്ടെ. തുടങ്ങിയാലോ? എന്താ തിരക്ക്? 2 കുപ്പി വെച്ചാലോ ക്ലാസിക്കാണോ? 10-15 കൊല്ലായി ഞാൻ ഓർഡർ കൊടുക്കും. ഒരു കാര്യം ആയിരത്തെ കഴിച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? പഴയ ചെന്നാലോ മുട്ടിയാലോ? എടോ എന്റെ ഫോൺ നിർത്തോനെന്ന് വിളിച്ചാള് നോക്കാം. വേടോ ചെറിയ പദ്ധതി ഉണ്ട്. നോക്കണ്ട പരിപാടിയാ. നല്ല തിരക്കുണ്ടാവണം കേട്ടാ. ഇത് തൈല കഷായ ഇത് നോക്ക്, മണക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്തത്? ഇത് മക്കൾ മനസ്സിലാവണില്ലല്ലോ. എന്താ ചകിരിപ്പിണ്ണാക്ക? എന്തത്? എന്നോട് ഞാൻ അമ്പത് പറയണ്ടേ? അല്ലത് എന്താ നിങ്ങൾ പറയുന്ന അത് എന്താന്നുള്ളത് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവുക? സംഭവം നമ്മുടെ ചങ്ങായിമാരല്ലേ, പക്ഷെ ഇവിടെ ഇതെന്താ അറിയോ? ഞാൻ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് അതാണ് മറ്റേ കൊടുത്തില്ലേ ഓരമരുന്ന് ഉണ്ടാക്കണ്ടേ? അടുത്തൊരു കോളം കേട്ടോ. 3-4 മരുന്ന് ഉണ്ടാക്കുന്ന പോലെയാണ് കാണിക്കാൻ. അതല്ല ഇതൊന്നും അടിച്ചിട്ട് കൊള്ളണം മോളെ പറയിട്ടോ. എന്താണ് രാത്രി വിളിച്ചാൽ കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വിളിക്കൂല. എന്താണിത്? ഞാൻ സാധാരണ അതിന് തെറ്റാണ്, ശരിയാണ്. പക്ഷെ വിളിക്കണ്ടേ? നമ്മൾ അവിടെ അങ്ങനത്തെ ബന്ധമായിരുന്നല്ലോ ആൽക്കൂടി. അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അല്ല നമ്മൾ സ്ഥലം മാറ്റിച്ചിട്ട് വിളിക്കാതിരിക്കും കേട്ടോ. അയ്യോ സിദ്ധൻ കേമൻ, എന്താ സുഖം? ചെറിയ മുട്ടുവേന, മുട്ടുവേദന, കാൽവേദന, തൊടവേദന, കാല് ഉപ്പുറ്റി വേദന, കണ്ടൽ വേദനയുണ്ട്. അതും സിദ്ധൻ. ഉറക്കല്ല, ഉറങ്ങും. ഞാൻ ഒന്ന് നിക്ക് പൊന്നെ, നിങ്ങളത് നിർത്തിയില്ല. കാണണ്ടതൊന്നും ഒരാള് പുറത്ത് വന്നിട്ട് നടുവേദന, കാലുവേദന, മുട്ടുവേദന ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ നോക്കി കുറച്ചിറങ്ങിട്ട് എത്തിപ്പിക്കട്ടാ. സെറ്റിംഗ്സ് അവിടെ ഇരിക്ക. എന്തെങ്കിലൊക്കെ കാട്ടിക്കൊള്ളുന്നത്. എന്തത്? എന്തത്? ദാനന്തരം കുടിക്കേ? അത് വേണ്ട, അത് വെറുതെ കിട്ടിയ ഒന്നുകൂടി പേര് പറയണ്ട. കേറിക്കോളൂ. ഡോക്ടർ അല്ല, ഉസ്താ സിദ്ധൻ. ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ. എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, കുറച്ചു കാലായിട്ടേ മുട്ടിനൊരു വേന. ഈ മുട്ടിനുണ്ട്, ഈ മുട്ടിനുണ്ട്, തണ്ടലുണ്ട്. നമ്മളെ ചികിത്സിക്കാത്ത
മുട്ട് മുട്ട് ആ. പിന്നെ കണ്ടല് കഴിക്കണ്ടാ കൈ കൈ കഴിക്കുണ്ടായിരുന്നു കഴിക്കുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ആ അത് വേറൊരു ഡോക്ടറെ കാട്ടിട്ട് ആ അത് മാറിക്കണേ ആ അത് മാറി ആ അത് മാറിക്കണേ പൊന്തിച്ചാ അത് മാറിക്കണേ ആയിക്കോട്ടെ ഒന്ന് പൊന്തിക്കടോ അത് മാറിക്കണേ ഉസ്താദേ ഇതാണ് ഇപ്പൊ ഇച്ചൻ. അങ്ങനെ പൊക്കാം അപ്പൊ പൊക്കണോ ആ പൊക്ക് ആ പൊക്കി ആ ഇത് നോക്കിക്കാ ഇത് പൊക്കി പൊന്തട്ടെ ആ, പൊന്തട്ടെ ഇത് പൊക്കി പൊന്തുണ്ട് ഉണ്ടോ എടുത്തുണ്ട് പൊങ്ങുണ്ട് നല്ലോണം പൊന്തുണ്ട് ട്ടോ അതും എടുത്തുണ്ട് ഒരു മിനിറ്റ് ഇട്ടാ നന്നായിട്ട് ഇട്ടാ താഴ്ത്തി പോ ട്ടോ. പിന്നെ ഇത് പോയാലും സാധനം സെറ്റ് ആയിക്കോട്ടെ ആൾക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ ചെക്കൻക്കല്ലേ ആ. വിട്ടെടുത്താള് പിന്നെ ആ കേരളായാലും വൈറലാവാതിരിക്കരുതിട്ടാ ഇല്ല കുഴപ്പമില്ല നോക്കിക്കോ സാധനം വിട്ടോ ഹലോ ആ. നമ്പീഷന ആ, പിന്നെന്താ പ്രശ്നം? ആ ഞാനൊരു വീഡിയോ ഇട്ടുണ്ട് അതാണ് വൈറലാക്കണം കേട്ടാ അല്ലേ? നമ്മളെ ഉസ്താദിന്റെ പറഞ്ഞിട്ട് വിട്ടോ ഇതിന് കുഴപ്പമില്ല? ആ അതിനാ ചെങ്ങടുത്ത് പോയിട്ട് കാര്യം ഉണ്ടായില്ല. ഉണ്ടാവില്ല. അവർക്ക് ഒരു വിവരമില്ല. വെറുതെ പറയാണ് അത് ഇത്. ആ, മുട്ടുവേദനയാണ്. ഇതിന്റെ ഇതാണ് ഇത്. മുട്ടുവേദന മാറ്റുമോ ഇതൊക്കെ അവിടെ നടത്തിയോ? മുട്ടുവേദന മാറ്റുമോ മുട്ട്. മാറ്റി. മുട്ടുവേദന മാറ്റാൻ എന്താ ഉസ്താദ് ഒരു സിദ്ധി ചെയ്യുന്നത് കേട്ടു അതാണ് അതിനുണ്ടായത്. അത് വേറെയാണ്. പക്ഷേ, എടുക്കിച്ചത്. ആരും ഇതാണ് ഇവിടത്തെ ഏറ്റവും സിദ്ധിയുള്ള കാര്യം. സിദ്ധൻ ഇതാണ് പ്രയോഗിച്ചാൽ മാറാത്ത ഒരു രോഗവും ഞാനോട് പറഞ്ഞിട്ട് നിന്റെ ഇതിന്റെ തൊടരുത് അവിടെ വെക്കത് വെട്ടി പിടിച്ചാൽ മതി സാധനം പിടിക്കരുത് കേട്ടോ സാധനത്ത് പിടിക്കരുത് കേട്ടോ. അതെ ആരോടും ഇനി പറയരുത് ഇവിടുന്ന് പോയ ചില ആൾക്കാരുണ്ട് അവിടെ പോയിട്ട് അതാണ് ഇതാണ് അലാവുദ്ദീൻ വൈദ്യര് സിദ്ധൻ അതല്ല എന്നൊക്കെ പറയാ ആ അതാണ് ഇതിന് വന്ന എങ്ങനെ വീഡിയോ കിട്ടല്ലേ എനിക്കറിയാം ആ കയ്യട്ടിന ഉണ്ട്, ഉണ്ട് എടുക്കണം, ഉണ്ട് നല്ല ഉണ്ട് കണ്ടില്ലേ എടുക്ക അപ്പൊ നമ്മള് നോക്കല്ലേ പ്രാർത്ഥിക്കുക. അതെ കണ്ണടച്ചോളി കത്തിയടോ കത്തി ദേവി കടാക്ഷിച്ചു. ആ ആ കത്തി തുറക്കുക, കണ്ണ് തുറന്ന് നോക്കുക. നിന്നെ വിളിച്ച ഞാൻ പോയില്ലേ മറ്റേ ടീമുണ്ട് ആദ്യമൊക്കെ പിടിച്ചിട്ട് അതൊന്നും ഇവിടെ എത്തൂല സാധനം വേറെയാണ് ആ കുറച്ച് വേണം പിന്നെ വെറുതെ അടിക്കണം സെറ്റ് ആക്കുക ചവിട്ടു ആ ഉണ്ട് ചവിട്ടു ആവൂലല്ലേ അറിയാം സിദ്ധൻ. ഒരു മിനിറ്റ് വല്ലുപ്പ അങ്ങോട്ട് വരിക. ഇവിടെ കിടക്കുക. ഇതൊക്കെ അവിടെ വെച്ചോളി. അവിടെ കിടന്നോളൂ. പതുക്കെ എണീക്കാൻ പറ്റുന്ന രീതി കിടന്നോളൂ. എണീക്കാൻ മതിയായിരുന്നു. അതിനേക്കാളും ഡാമേജ് ആക്കണ്ടാന്ന് ചവിട്ടി ഒഴിയ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഒഴിഞ്ഞോളി. ഇത് മാത്രമല്ല അറിയുള്ളൂ ചവിട്ടുക, ആ ഷൂസ് ഒഴിഞ്ഞ് ചവിട്ടുക. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് വരാം. പിന്നെ ഇങ്ങനെയൊന്നും അല്ല ആ വേദന അങ്ങോട്ട് പോയതാ. പതുക്കെ എണീറ്റേ പറ്റണില്ലേ പറിച്ചു. കൊടുക്കുമ്പോഴത്തൊക്കെ നോക്കണ്ടേ അമ്മേ നടുവട്ടാ പോയി ആയിരിക്ക. കുറച്ച് കുറവുണ്ട് കുറയും മുഴുവൻ മാറിയില്ല അനുഭവമുള്ളതാ. കുറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറയും. നീ പിന്നെ വരണോ നീ വരണോ വേണ്ട അതെ ഒന്ന് വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക കേട്ടാ. സിദ്ധൻ കുറച്ച് മരുന്ന് തരും, അതും കഴിക്കുക മതി. ബാക്കി ഒന്നും വേണ്ട. പിന്നെ എന്റെ മരിയോളുണ്ട് ലൈല ആ 68 നിനക്കല്ല ലൈലാക്ക് ലൈലാക്ക് 24 ആണ് ആ വേദന ഇതൊക്കെ വന്നോട്ടെ അല്ലേ അങ്ങോട്ടെ മരുന്നുണ്ടല്ലോ. മാറൂലല്ലേ ഏയ് എന്താ സിദ്ധനല്ലേ? ഉറപ്പല്ലേ സിദ്ധൻ ഉറപ്പാണ് അല്ലേ? സിദ്ധനാ
പ്രശ്നമൊന്നുമില്ലല്ലോ. ഉറപ്പായിട്ടും മാറുമല്ലേ? മാറും, ധൈര്യമായിട്ട് വരാം. ഞങ്ങള് പോയിട്ട് ഇങ്ങോട്ട് വരിക, ധൈര്യമായിട്ട് വിടുക, ലൈലനെ വിടുക. ഉറക്കത്തിന്റെ ഉറക്കത്തിന്റെ കുറവുണ്ടാ? ഉറക്കക്കുറവ് എനിക്ക് ആ ഉറങ്ങണില്ല. ഏയ് ഒട്ടും ഉറപ്പില്ല. ഉറങ്ങൂല അല്ലേലും 12 മണിക്കാണ് കിടന്നാൽ പിന്നെ രാവിലെ 6 മണി വരെ ഉറങ്ങുള്ളൂ. മറ്റാളുണ്ട് ആയി നോക്ക് വരവേടോ. തന്നെ ആ മൂപ്പരോ? ആ ഉറങ്ങാത്ത അതാണ്. അത് ശരി. ഞാൻ ഒരു വരവണ്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ. ആ പക്ഷെ ലൈല ആദ്യം ഉണ്ട് വരട്ടെ. തന്നെ ആ ഇന്ന് ഞാനിവിടെ പോയി വന്നിട്ട് പറഞ്ഞില്ല. അതിനകത്ത് മട്ടിച്ചോ. അപ്പൊ ഇത് ഉറക്കത്തിന്റെ കാര്യം എന്തായി? ഉറങ്ങും, ഉറങ്ങും. ഇത് ഉറക്ക ചരിത്രം ഉണ്ട്. ആ ഉറങ്ങിക്കോളും. ഉറങ്ങിക്കോളൂല്ലേ? ആ അതെ കഴിഞ്ഞ ചക്കില ചക്ക കൊടുത്തിട്ടുള്ള സാധനം വലിയ പെട്ടിയിലുള്ള അതന്നെ. എത്ര കൊടുക്കണ്ട്? 200 കൊടുത്താ 200 എണ്ണ. ആ. ഓ കുറച്ച് കൂടുതലല്ലോ. ഈ ഗുളിക ആ അതിന്റെ പേരൊന്നും ഉണ്ടാവില്ല. ആ. നമ്മള് പ്രത്യേകം ഉണ്ടാക്കണാണ് ഇവിടെ. ആ 5 എണ്ണം വെച്ച് രാത്രി കഴിക്കാം. 5 എണ്ണം 5 എണ്ണം രാത്രി. ബാക്കി ഉണ്ടാവോ? ബാക്കി ഉണ്ടാവില്ല. ഫുള്ള് തിന്നാ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ആ ശരി. ഞാൻ ബാക്കി ഉണ്ടാവുക വെച്ചത്. എന്താ സിദ്ധനെ കളിയാക്കുക? പക്ഷേ ടീമിനാണ്ട് ഇവിടെ കേട്ടോ. സിദ്ധനാണ്. ഒരുപാട് പേര് ഉറക്കിയ ചരിത്രം ഉണ്ട് ഇവിടെ. ആയിക്കോട്ടെ. ആ. എന്നാ ഞാന് എന്നിട്ട് ആയിക്കോട്ടെ. പിന്നെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെയാണ് കൊടുത്തോളാം. അത് കൊടുക്കാം വിറ്റ് അതല്ലേ. പിന്നെ കാര്യം പറയട്ടെ. ആ. കൊണ്ടിനെ അപ്പടി വിളിക്കാം. ആ, വിളിക്കാം. രാത്രി ഭാഗം നോക്കട്ടെ അത് വിളിക്കന്നെ ആ വിളിക്കാം. ആ വെച്ചോ. ആ വെച്ചോളൂ പോലും അറിയരുത്. ഇല്ല. കലാണ്ട് അടിയിൽ വെക്കുക. തലേന്റെ അടിയിലോ? ആ എന്നിട്ട് എന്നിട്ട് ഒന്നില്ല ഉറങ്ങിയിടൂ. തലേന്റെ അടിച്ചിട്ട് ഉറങ്ങാം. ആ ഉറങ്ങിക്കോളൂ. 5 പൊടി കഴിക്കണ്ടല്ലോ. ആ ആ ആയിക്കോട്ടെ. പോയിക്കോ. ആ ഞാൻ പറഞ്ഞില്ല. ആ ഇനി ഇങ്ങോട്ട് വരിക. ഇനി ഇവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. വരച്ചരച്ചരച്ച് ഇല്ലാതെയാവുന്ന തോന്നുന്നു. ഇല്ല. ഗുളിക തന്നല്ലോ. ആ അതുള്ളൂ. ഇനി ഒരു 15,000 ഉറുപ്പിയാണ് തരിക. 15 ആ സിദ്ധനാണ്. സിദ്ധൻ അയച്ചിട്ടുള്ള കളി കിട്ടുന്നു. 15,000 ഉറുപ്പിയാണ് തരിക. ആ ഇനി കൂടുതലായാലും കുഴപ്പമില്ല. ദക്ഷിണ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതും വെക്കുക. അതെ ആ ആ ചെക്കൻ വന്നിട്ട് പെൻസിന്റെ ഓർഡർ വന്നിട്ട് കേട്ടോ. ആ. ആയില്ല ആ, ആ. എന്നാ ഞാൻ പോയിട്ടില്ല. എല്ലാം ഓ, പോകാം. ആയിക്കോട്ടെ. വന്ന സന്തോഷം. ആ എടോ ആ. ഈ കൊല്ലം ഡിഫൻഡർ ആക്കണം. ഉം, ഉം, ഉം. പോരായ്മ നമുക്ക്. ഡിഫൻഡും ഒരാള് വരുന്നുണ്ട് കേട്ടാ. കുറച്ച് അതെ, ദൂരത്തുനിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ആക്ടിങ് കുറച്ച് ഓവറാണ് കേട്ടാ. എന്താ ഇത് പാടൊക്കെ കറക്റ്റ് അല്ലേ? ആചാര്യ മേപ്പാടനോ മേലച്ച് പാടി മേപ്പാടം നമ്പൂതിരി. ഇത് പിടിക്കില്ല. അലാവുദ്ദീൻ ഉസ്താദിന്റെ ക്ലിനിക്കല്ലേ ഉസ്താദും ഉണ്ട്. ആരെന്നെ കാണുന്നത്? ഇവിടെ ഞാൻ ഇവാനിയ. ഇവാനിയെ അറിയുമോളെ? ഇവിടെ കോസ്മെറ്റോളജി. ഹലോ എന്ത് ഇങ്ങനെ തിരക്കൊക്കെ തന്നെയാണ്. വലുത് പറഞ്ഞത്? ഹൗ, അത് ഇവിടെ ഉണ്ടല്ലോ. ഇതൊന്നും കഴിയത്തേട്ടാ. രാത്രി വരും. സിദ്ധനെ കാണാൻ ഇന്നോ? സിദ്ധൻ അത് കാണിക്കും. അവരെ തെറ്റിപ്പറക്കാരെ തരും. അവിടെ ഒരു പെണ്ണ് വന്നിട്ട് വെളുത്തിട്ട് പാറാൻ നിൽക്കുന്നുണ്ട്. ഒന്ന് അതിനാണ് നോക്കുക. തെറ്റിച്ചാ? ഒരു പെണ്ണ് ആ, എന്തോ ഒരു ഡാൽമിയുടെ പേര് പറഞ്ഞു. ഓൾ എന്നിട്ട് വരുന്നുണ്ട്. വെളുത്തിട്ട് പാറണോ? വിളിച്ചിട്ടോ? കുറച്ച് ഇറത്തിട്ടാ. ആ, വെളുത്തിട്ടുള്ള പാർട്ടിടാം. പാറും. പാർട്ടിക്കാം. ഓടിക്കടോ നെറ്റടോ. അവിടെ ഇരുന്നോളൂ കേട്ടാ. താങ്ക് യു. ഞാൻ ഇവാനിയ. ഇവിടെ കോസ്മെറ്റോളജി. നമ്മള് ഇതാണ് ഇങ്ങനെ വെളുത്തിട്ട് പാറാനും വെളുത്ത് ചുവന്ന് തുടുത്ത് സുന്ദരിയാവാൻ. കൊടുക്കും. ആ എന്നിട്ട് ആ ഇവിടെ ചെറിയ ആ എവിടെ ചെറിയ പാട്. ചെറിയൊരു കുരുക്കള് ചെറുതാ. എന്താണ് നമ്പൂച്ച ഒരു കുട്ടിന്റെ ക്ലിനിക്കിൽ വരുമ്പോഴേക്ക് ആക്രമത്തോടെ കുട്ടിക്ക് നമ്മളെ സ്വന്തം ആളാണ് നമ്പൂച്ച. കുഴപ്പമൊന്നുമില്ലല്ലോ. 10-18 വർഷം നമ്മളെ കൂടെ നല്ല കഴിവുള്ള ആളാണ്. ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളെ കാണും. മരുന്നൊക്കെ വെളുപ്പിക്കും. എന്നിട്ട് കുട്ടി ഇവിടെ പറയും ചെറിയ ഒരു കറുപ്പ് പാട് കുറച്ച് ദിവസമായി ഒന്ന് വെളുക്കാനും വേണ്ടിയിട്ട് എല്ലാതും ഇവിടെ ഉണ്ട്. വില. കേട്ടോ? വെളുക്കലുണ്ട്. അതിന് ആവശ്യമുണ്ടെങ്കിൽ വേഗത്തെ കർപ്പിച്ചും തരും. ആ. പിന്നെ
എത്ര സിറ്റിംഗ് വരേണ്ടി വരും? അങ്ങനെയൊന്നുമില്ല, രാവിലെ വന്നൊരു സിറ്റിംഗ് ഉണ്ട്. അതേല്ലേ? ഇതാകത്തല്ലേ എന്താ സംഭവം? ഒരു കാര്യം ചെയ്യാം, ഇതില് നിൽക്കൂല അല്ലേ? അരിപ്പൊടി പിന്നെ അവിടെ ഉണ്ട് ഏതാണ് പൗഡർ അതന്നെ മതി മതി ആ മതി എന്റെ കൂടെ ചേർത്തോ ട്ടാ. കുറച്ച് വെള്ളം വെച്ച് സുർക്കുണ്ടെങ്കിൽ അതും കുട്ടി വെളുക്കുണ്ടോ വെളുക്കോലോ അല്ലേ? വെളുത്ത് പാടുമല്ലോ അല്ലേ? പാറും പാറുട്ട പാറുട്ടിയെ ഫോൺ ഇങ്ങോട്ട് വരിക, ഇവിടെ ഇരിക്കുക, ഇരിക്കാല്ലേ? ഇവിടെ ഇരിക്കുക. ഹലോ തുളി നോക്കണ്ട തുളി അനങ്ങാതിരുന്നോ? ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാൾ പണി അനങ്ങിയാൽ പൗഡർ തീർന്നിട്ടാ, മുഖമാണെങ്കിൽ പകുതി ആയിട്ടുള്ളൂ. ഇനി ഇവിടെ ഉള്ളത് കുറച്ച് ഇരുമ്പിന്റെ പൊടി ഉണ്ട്. എനിക്ക് ഇരുമ്പ് ഒരു കറുമ്പുണ്ട് ഇട്ടുപിടിച്ച് സെറ്റ് ആയിക്കാളെ മോളെ അതെ. സുന്ദരി കേട്ടോ നോക്കണ്ടു വെളുത്തിട്ടാണ് പാതിക്കന്റെ രാത്രി കാലം തിരിച്ചു അതെ ഉസ്താദെ വെളുക്കുമല്ലോ. അതെ ശ്രദ്ധിക്കണം ഉസ്താദെ വെളുക്കുമല്ലോ അല്ലേ? വെളുക്കുണ്ട് വെളുക്കുണ്ട് വെളുക്കും വെളുക്കും, കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. നല്ല വെളുത്തുണ്ട്, ശരീരം അടക്കം വെളുത്തുണ്ട്. അതെ. ഇതിന്റെ പരസ്യം ഇറക്കണം നീ ഇവിടെ ചെറിയൊരു ചൊറിച്ചില് പോലെ ഒരു മിനിറ്റ്. തോന്നുമായിരിക്കും അല്ലേ? അതെ അതെ, ഒരു മിനിറ്റ് ഇട്ടാ. അതെ ഓ, ആദ്യത്തെ ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും കണ്ടാ തിരിച്ചറിയൂല കേട്ടാ മോളെ. അറിയരുത് ഉസ്താദ് ചെറിയൊരു പുകച്ചിൽ ഇവിടെ. എവിടെ ഇവിടെ ചെറുതായിട്ട് ഈ സൈഡിലൊരു പുകച്ചില്. അത് കുറച്ച് നല്ല കാറ്റ് കൊണ്ടാ പോവൂട്ടാ മോളെ. പതുക്കെ എണീറ്റോളി. വെളുക്കുമല്ലോ അല്ലേ? നല്ല വെളുക്കും ഉസ്താദേ നല്ല വെളുപ്പിനാ. ഇത് പുകയുന്നുണ്ടോ? ഏയ് ഉസ്താദേ ഒന്ന് നോക്കി നോക്ക്, വെളുത്തില്ലേ? പുകയുന്നുട്ടോ? വെളുത്ത് വെളുത്ത് പറയാ. വെളുത്ത് വെളുത്ത് ഉസ്താദേ, എന്റെ കളി നടക്കൂല. ആ പെണ്ണിട്ട് വന്നപ്പോഴേക്കും എന്റെ സ്വഭാവം മാറിയിട്ട് പറ്റാത്ത പണിക്ക് വെച്ചിരിക്കും. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് ഈ വെളുത്തിട്ട് പാറില്ലേ. അതിന് കൊള്ളിട്ട് വരും 2 ദിവസം ഓർഡർ തരും. ഞാൻ ഒരു കാര്യം കറക്റ്റ് ആ സൂറാനോട് എന്താ പറയാ, ഇവിടെ ഈ സ്ഥലം മാറ്റം നടക്കൂല. ഇടക്കിടക്ക് ഇതുകൊണ്ട് പറ്റുന്നത് ഗൂഗിൾ മാപ്പ് അടക്കം മാറ്റേണ്ടി വരും കേട്ടോ. ഇത് ഇതുകൊണ്ട് പറ്റുന്നത് പറഞ്ഞാൽ മതി. ഇതുകൊണ്ട് അരയ്ക്കാനൊക്കെ അറിയുള്ളൂ. പക്ഷെ എന്റെ ഇടി അതെ ഇതിൽ ഓൾഡ് വരുമ്പോ അതല്ല, ഓളെ കണ്ടപ്പോ ഒന്ന് വെളുപ്പിക്കുന്നത് തോന്നിക്ക്. എനിക്ക് തോന്നാൻ കേട്ടോ അത് ഓളെ കാര്യം ആയിട്ടില്ല. നമ്പർ കിട്ടിയോ? ഇല്ലില്ല. ഒന്നിനും പോരാത്ത ഒരുത്തൻ എന്തേ ഹലോ ഇത് വരും കേട്ടോ. ഹലോ ആ ആരാണ്? കതറച്ചിയാണ്. ഇന്നാള് വന്നതോ? ആ ഉറക്കത്തിയ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എടോ എന്താ ചെയ്യാ, ചെങ്ങായി ഉറങ്ങണില്ല. കൊടുത്താലോ? 5 എണ്ണോ കൊടുക്കല്ലേ? കൊടുത്തോളി, ഉറങ്ങല്ലോ. എണീക്കോ? ഉറങ്ങല്ലോ. നോക്കട്ടെ എന്നാ. അജയരെ ഒരു 10 എണ്ണം കുടിക്ക. ആട്ടുപാൽ നല്ല ആട്ടിന്റെ പാലിൽ അരച്ചിട്ടാണ് കുടിക്കുക രാത്രി. ആ അതന്നെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ആ പിന്നെ രാവിലെ എണീറ്റ ഇന്നൊന്ന് വിളിക്കണം കേട്ടോ. പറഞ്ഞോലോ. ആ ഒരാളെ കൂടി ഉറക്കി. കാതറാജിയുടെ മരുവോള് നീല. നല്ല പേര്. ഉസ്താദ് എവിടെ കുത്തിരിക്കണത്? എന്താ വേണ്ടേ? ഉസ്താദ് എവിടെ കുത്തിരിക്കണത്? എന്താ വേണ്ടേ?
കാണിരുന്നു. ഈ കാര്യത്തിൽ ഞാനും ഉസ്താദാണ്. പോരെ? ഉസ്താദിന്റെ കാണണോ? തനിഞ്ഞ ഓ, ഓരോരുത്തരുടെ ഒരു യോഗം. എന്തത്? ഞാൻ ചോദിക്കട്ടെ എന്തൊക്കെ പണ്ടാരോ ഇത് പാകമായ നോക്കിയാ. കൊണ്ടേക്കാ പിന്നെ ആ കാതറാജിന്റെ മരുമോൾ വന്നിട്ടുണ്ടല്ലേ ഈ 24. കാത്തിരിക്കട്ടെ വിടട്ടെ. നടുവേദനയാണ് മോളെ. ടോക്കണൊന്നും വേണ്ട. ഊരവേദന ഉണ്ട്. കാല് ഓടിക്കാൻ ആരെ പറഞ്ഞ അങ്ങനെ അവിടെ ഇറങ്ങിന്ന് ആരെ പറഞ്ഞേ? അങ്ങനെ പോവില്ല കേട്ടോ. കുറച്ച് എങ്ങനെമാര് പറയും ഇവിടെ വീണ് ഇവിടെ നമ്മള് കാട്ടത്തേക്ക് വരുന്നത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ നോക്കട്ടെ. ക്യാമറയിൽ പിടിക്കണം. മാറും. വേനൽക്ക് പിന്നെ ഇതിന് ഊത്തുണ്ടായിട്ടൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഞാനുണ്ട്. ഇപ്പഴോ നടുവേനുണ്ട്. ഇത് പേനോണ്ട് അടക്കണില്ല. ഈ പേന പറ്റൂല. ഹലോ ഉസ്താദേ, ഹലോ. ടിവിയില് മുഴുവൻ നിങ്ങളാണല്ലോ. അബ്ദുൽ ഖാദറും പോയി, ലൈലേനായിട്ട് നിങ്ങളും പോയി എന്നാണല്ലോ പറയുന്നത്. പെട്ടോ? പെട്ട് അടുത്ത സെറ്റ് നോക്കിയാലോ? ഓടിക്കോ. എന്തിനാ ആളുകൾ പടക്കം പിടിച്ചേ?